ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഇലയട ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് ഇല പറിക്കാൻ പോകുന്ന വഴികളും ഇലയും ഉണ്ടാക്കുന്ന രീതിയുമാണ് പരിചയപ്പെടുന്നത്. എൻ്റെ പാലക്കാട്ടെ കൊച്ചു വീട്ടിൽ നിന്നും തൊടിയിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങനൊരു മുൾവേലി കാണാം. അതെൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ പിന്നാമ്പുറമാണ്. മുളയുടെ മുള്ളുകൊണ്ട് ഭംഗിയായി കെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ വേലി. പഴയകാല ഒരു ഓർമ്മ കൂടിയാണിത്. ഇവിടുന്ന് ഇറങ്ങിയാൽ നീണ്ടു കിടക്കുന്ന വിശാലമായ പാടവും, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഞങ്ങളുടെ മണപ്പുള്ളി ഭഗവതിയാണ് കുടികൊള്ളുന്നത്. ഇത് പണ്ടൊരു കാവായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നവീകരിച്ച് വൃത്തിയായി അമ്പലം സൂക്ഷിക്കുന്നു. അങ്ങനെ ഇറങ്ങിയാൽ ഇതാ കാണുന്നു പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് നിന്നാൽ നല്ല പാലക്കാടൻ കാറ്റ് അനുഭവിക്കാം. ഈ വരമ്പത്ത് കൂടിയൊക്കെ നടക്കുന്നതാണ് എൻ്റെ സംഗീതാൽബമായ ഓണപ്പുത്തരിയുടെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. ഇത് അടുത്ത് തന്നെ ടാറ് ചെയ്യും. ആദ്യമൊന്നും ഇതിയായിരുന്നില്ല വഴി, മണപ്പുള്ളി ഭഗവതിയുടെ അരുകത്തു കൂടെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പുരോഗമനം വന്നിരിക്കുന്നു. ഇതൊരു തമ്പുരാൻ്റെ കളവും തൊടിയുമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇലന്തി മരമാണ് വഴിയിൽ. ഇത് നിറയെ ഇലന്തപ്പഴം ഉണ്ടാകും. ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു ചെന്നാൽ വളരെ കാലം ഞങ്ങൾ നീന്തൽ പഠിച്ച് അർമാദിച്ച് കളിച്ച ചേറിൻ കുളത്തിൻ്റെ അടുത്തെത്തും. മാങ്ങ മരത്തിലൊക്കെ നിറയെ മാങ്ങകളുണ്ട്. ഇതെല്ലാം തമ്പുരാൻ്റെ നെൽപ്പാടങ്ങളാണ്. ഈ പാടങ്ങളുടെ അരികത്തു കൂടെയാണ് ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി നടന്നു പോയത്. ഞാൻ പഠിച്ചത് കിട്ടത്തരകൻ സീനിയർ ബേസിക് സ്കൂൾ ആണ്. അതെൻ്റെ വകയിലെ അമ്മാവൻ്റെ സ്കൂളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബാല്യത്തിലെ കളിയിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കുളത്തിൻ്റെ വരമ്പുകളിലൂടെയൊക്കെ ഓടിച്ചാടി അങ്ങനെ നടക്കും. ഇതാണ് കുരുത്തി. മുള കൊണ്ടുണ്ടാക്കും, തെങ്ങോല കൊണ്ടും തെങ്ങോലയുടെ ഈർക്കിൽ കൊണ്ടും കുരുത്തി ഉണ്ടാക്കും. ഈ കുളത്തിൽ മീൻ പിടിക്കാനാണത് ഉപയോഗിക്കുന്നത്. ഇത് ചേറും കുളമാണ്. ചേറ് ധാരാളമുണ്ട്. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ ചേറിൻ്റെ ഉള്ളിലേക്ക് താണു പോകും. മഴക്കാലമായാൽ ഇത് നല്ലപോലെ നിറയുമെങ്കിലും ഈ കുളത്തിനെ എല്ലാവർക്കും പേടിയാണ്. ഇത് തമ്പുരാൻ്റെ കളമാണ്. ഈ കളത്തിൻ്റെ മുന്നിലൂടെ വേണം കുളത്തിൻ്റെ മറുഭാഗത്തെത്താൻ. ഈ ഭാഗത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഒരു വലിയ പാറയുടെ മുകളിലൂടെ ഞങ്ങൾ ആഴമില്ലാത്ത ഭാഗത്ത് കളിക്കും. ഇങ്ങനെ പാറകളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് ചേണിപ്പാറയാണ്. ആ കാണുന്നതാണ് തമ്പുരാൻ്റെ കളം. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, പാലക്കാടാണ് താമസം. എന്നാലും ഇടയ്ക്കൊക്കെ തമ്പുരാൻ വരും. തമ്പുരാൻ്റെ ചേറിൻ കുളത്തിൻ്റെ അരുകത്ത് നിൽക്കുന്ന ഈ ഒരു പ്ലാശ് മരത്തിൽ നിന്നാണ് ഞാൻ അടയ്ക്കായി ഇല പറിക്കാൻ പോകുന്നത്. കേടുവന്ന ധാരാളം ഇലകളുണ്ട് വേനൽക്കാലമായതുകൊണ്ട്. മഴക്കാലമായതിനാൽ ഇതിൽ നിറച്ചും ഇലകൾ ഇങ്ങനെ തളിർത്തു വരും. എന്തായാലും ഞാൻ കേടില്ലാത്ത കുറച്ച് ഇലകൾ പറിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ച് അടയേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 20 21 ഇല പറിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് കരുതി. അപ്പോഴാണ് പ്ലാശുമരത്തിൻ്റെ കൂടെ മഞ്ഞപ്പാവട്ട മരം നിൽക്കുന്നത് കണ്ടത്. അതിൻ്റെ കായയാണിത്. പുഴുവാണെന്ന് തോന്നും. കണ്ണും മൂക്കുമൊക്കെ ഉള്ള കായ. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പറിച്ച് എറിഞ്ഞു കളിക്കും. ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ പൂ പറിച്ച കൊന്നമരമാണ്. ഇപ്പം അതൊക്കെ മുറിച്ച് കളഞ്ഞ് ഒരു കുഞ്ഞു ചെടിയായി മാറി. ഇതാണ് പ്ലാശിൻ്റെ ഇല. ഇതിലുണ്ടാക്കിയ അടയ്ക്കൊരു പ്രത്യേക മണമാണ്. കേടുവരികയും ഇല്ല. ഈ പ്ലാശിൻ്റെ ഇലയിൽ പുഴുങ്ങലരി കൊണ്ടാണ് ഞങ്ങൾ അട ചുടുന്നത്. ആ ഇലയുടെ മണം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും. പക്ഷേ ഈ ഇലയിലുണ്ടാക്കുന്ന അട നല്ലപോലെ തണുത്ത ശേഷമേ കഴിക്കാൻ പാടുകയുള്ളൂ. ചൂടോടെ കഴിച്ചാൽ വലിയ രുചി ഉണ്ടാവുകയില്ല. ആറിയ ശേഷമാണ് ഞങ്ങളിത് കഴിക്കുക. ഇതിൻ്റെ രുചി നാവിന്ന്
പോയിട്ടേ ഇല്ല. ഇതാ, ഇനി നമുക്ക് ഈ ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പരിചയപ്പെടാം. കുറുവ അരിയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അരനാഴി അത്രയേ ആവശ്യമുള്ളൂ. 20 അടയോളം നമുക്ക് ലഭിക്കും. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ഈ അരി ഞാൻ ആട്ടുകല്ലിലാണ് അരച്ചെടുക്കുന്നത്. ആട്ടുകല്ലിൽ അരച്ചാലാണ് ഇതിന് അതേ രുചി, ആ ചെറുപ്പത്തിലെ ഓർമ്മ തങ്ങി നിൽക്കുന്ന ആ രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടി സ്വല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഞാനിത് ചെറുപ്പത്തിലൊക്കെ ഇടങ്ങാഴി അരിയോളം അരച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കുട്ടികളുള്ളതിനാൽ ഒരുപാട് അട ചുടണം. ഇപ്പോൾ വീടുകളിലൊക്കെ ആള് കുറവല്ലേ, അതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ അരനാഴി അരി ഞാനിങ്ങനെ ആട്ടിയെടുത്തിട്ടുണ്ട്. അധികം വെള്ളം പാടില്ല, തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. വേഗം അരഞ്ഞു കിട്ടും. 4 മണിക്കൂർ കുതിർന്ന് വന്ന അരി ആയതുകൊണ്ട്. ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ പിടിച്ച് അമർത്തി അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും നിറച്ച് വീണ്ടും ഇങ്ങനെ ഉരുട്ടി കൊഴുക്കട്ടയൊക്കെ ചുടാറുണ്ട്. ഇപ്പോൾ ഇതാ ആ ഒട്ടലൊക്കെ വിട്ടു. ഇനി ഞാനിത് വാങ്ങിയെടുക്കാൻ പോവുകയാണ്. അധികം വെള്ളം പാടില്ല, പരത്താൻ പാകത്തിനുള്ള വെള്ളമേ മാവിൽ പാടുകയുള്ളൂ. ഞാനൊരു പ്ലേറ്റിലേക്ക് അത് വാങ്ങിയെടുക്കട്ടെ. ഇനി ഇത് നമുക്ക് പ്ലാഷിൻ്റെ ഇലയിലേക്ക് പരത്തി കൊടുക്കണം. പുഴുങ്ങലരി കൊണ്ടുള്ള അടയ്ക്ക് നല്ല സ്വാദായിരിക്കും പച്ചരിപ്പൊടിയേക്കാളും. ഒരു നുള്ളുപ്പ് കൂടിയിട്ട് ഇത് കുഴയ്ക്കണം, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു നുള്ളുപ്പ് മതി. ഇനി ഈ ഇലയിലെല്ലാം വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കണം. അധികം വേണ്ട, മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഓരോ സ്പൂണ് വെച്ച് ഇതാ ഇങ്ങനെ 3 വിരൽ കൊണ്ട് നീട്ടി നീട്ടി പരത്തണം. അധികം കട്ടി പാടില്ല. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ ഇല ഇങ്ങനെ അടുക്കി അമ്മ കോർത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കും. അതെന്തിനാണെന്നറിയാമോ? അന്നൊന്നും അധികം പ്ലേറ്റുകളില്ല വീട്ടിൽ. അപ്പോൾ മീൻ വറുത്തതൊക്കെ ഇതിലാണ് തരിക. കുളത്തിൽ നിന്നും, പടിക്കലെ കുളത്തിൽ നിന്നും പിടിച്ച് വറുത്തെടുക്കുന്ന മീൻ ഇതിലിങ്ങനെ ഓരോന്ന് വെച്ച് തരും. കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാനും ഈ ഇല ഉപയോഗിച്ചു. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവൻ ഇലയിലും അട പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര കൂട്ടിട്ട് കൊടുക്കണം. ഒരു 4 അച്ച് ശർക്കര ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കല്ല് കളഞ്ഞത് അങ്ങനെ ഒരു പരുവത്തിൽ എടുക്കണം. വെള്ളം പോലെ ആവരുത്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 4 അച്ച് ശർക്കര ഇങ്ങനെ ഉരുക്കിയെടുക്കണം. കല്ലൊക്കെ കളഞ്ഞ് ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു വലിയ നാളികേരം ചിരവിയത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല പോലെ കുഴച്ചെടുക്കണം. എല്ലാ നാളികേരവും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതാ ഇങ്ങനെ കുഴച്ചെടുത്തു. ഇപ്പം നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇത് വെള്ളം പോലെ ആവരുത്, അടയിൽ നിന്ന് അത് ഒലിച്ചിറങ്ങും. കട്ടിയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഓരോ അടയുടെ നടുക്കും ഇതിങ്ങനെ ഓരോ സ്പൂൺ വെച്ച് പരത്തി കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ അടയിലും ഞാനിപ്പോൾ ശർക്കര ഇതാ തേങ്ങ ചേർത്ത ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇലയും ഇങ്ങനെ മടക്കണം. എന്നിട്ട് ആവി കയറ്റി നമുക്ക് 10 മിനിറ്റാണ് ഇതിൻ്റെ വേവ്. നല്ല നൈസാക്കി പരത്താൻ ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാതും എല്ലാ അടയും ഇതുപോലെ മടക്കി നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള പാലക്കാടൻ പ്ലാഷിൻ്റെ ഇല കൊണ്ടുള്ള ഇലയട 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തുറന്നു നോക്കി, നല്ല പോലെ വെന്തിട്ടുണ്ട്. തീയിന് ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇതിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ ഒട്ടും ഇലയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല.
നല്ല രുചിയുള്ള അട റെഡി. ഇനി ഇത് മുഴുവനും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പഞ്ചസാര വെച്ചും ഇത് ഉണ്ടാക്കാറുണ്ട്. ശർക്കരയാണ് ടേസ്റ്റ് കൂടുതൽ. ഈ ഇല വീണ്ടും ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ. ഇലയ്ക്ക് അത്രയും കട്ടിയാണ്. നല്ല ഒരു മണമാണ് ഈ ഇലയ്ക്ക്. ഇലമംഗലം പോലെ. ഇലമംഗലത്തിൻ്റെ മണമല്ല, ഇത് മറ്റൊരു മണമാണ്. ഇത് പിറ്റേ ദിവസത്തേക്കും കേടുകൂടാതിരിക്കും. തണുക്കും തോറും ടേസ്റ്റ് കൂടി 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 വരും. ആഹാ, അങ്ങനെ രുചിയുള്ള കൊതിയൂറുന്ന അട തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.